ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിക്കുന്നത് ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടാട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല രുചിയോട് കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു മെഴുക്ക് വരട്ടി മാത്രം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ഉണ്ടാക്കിയ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 5 വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്തതൊക്കെ ആണെങ്കിൽ 4 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു സവാള മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ളൊരു സവാളയാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 1.5 സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചെടുക്കുക. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ സവാള കൂടുതലായിട്ട് വാടേണ്ട ആവശ്യമില്ല കേട്ടോ. പകുതിയോളം വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ അതാ കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടികൾ ചേർക്കാതെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. ഇനി കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ 1 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണമൊക്കെ നല്ലപോലെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുറിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി. ഇതുപോലെ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലൊക്കെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഈ മസാലയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1.25 ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളധികവും സവാളയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതായത് സവാള നല്ല വാടിക്കിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം വേവുണ്ട്. ഏകദേശം ഒരു 8-9 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോഴേക്കുള്ള നല്ലപോലെ കുക്കായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, 1/2 കപ്പ് മാത്രം മതി കേട്ടോ. വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. കോവയ്ക്കൊന്നും ചില ആളുകൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കൂട്ടോ. പിന്നെ അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ എന്തായാലും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പകുതിയോളം കുക്കായിട്ടേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു സമയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു 4 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടും. അപ്പോൾ ഏകദേശം അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും കോവയ്ക്ക കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾ കോവയ്ക്ക കിട്ടുമ്പോൾ ഇതേ രീതിയിൽ മാത്രമേ കേട്ടോ തയ്യാറാക്കുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൽ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്. ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക.